അപ്പൊ നമ്മൾ കുറെ നാളായില്ലേ കണ്ടിട്ട്. അവിടെയല്ലേ ഇവിടെ. അപ്പൊ ഹായ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുറിച്ച് പറയാനാണ്. പ്രിയപ്പെട്ടവരെന്ന് വെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവര് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ആദ്യമായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത, ആദ്യമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത, ആദ്യമായിട്ട് ഞാൻ എടുത്ത പ്രിയപ്പെട്ടവർ എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ വ്ളോഗ് ഇട്ടിട്ട് ഒരുപാട് നാളായി. ലാസ്റ്റത്തെ വ്ളോഗ് ചെയ്ത ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അപ്പോൾ വ്ളോഗ് ഇട്ടിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഈ ഇന്ന് പ്രിയപ്പെട്ടവരെ എടുക്കാനിടയ സാഹചര്യം എന്താണ്, അതെങ്ങനെയാണെന്നോ എൻ്റെ തുടക്കം കാര്യങ്ങൾ എല്ലാം പറയാനാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ആദ്യം തന്നെ പറയാവുന്നത്, അത് ഏറ്റെടുത്ത എല്ലാവർക്കും ഞാൻ ഒരു നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് നോക്കിയപ്പോൾ അതിൻ്റെ വ്യൂ 1000 കഴിഞ്ഞു. നോക്കിയപ്പോൾ 1036 വ്യൂസ്. പിന്നെ കമൻറ്റുകളാണെങ്കിൽ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടു, നല്ല നല്ല കമൻറ്റുകൾ. ഇനി ഇതുപോലെ ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കമൻറ്റുകളാണ് എല്ലാം. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു, കണ്ടവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം ഇപ്പം ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ മാർച്ച് മാസത്തിലാണ് എനിക്കത് എടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നിയത്. അപ്പം ഞാൻ അത് കൊച്ചമാനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ഞാൻ ആ സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രിയപ്പെട്ടെന്ന് പേരിട്ടു. അപ്പോൾ കൊച്ചമാനെ വിളിച്ച് പറഞ്ഞപ്പോൾ കൊച്ചമാൻ പറഞ്ഞു, ഇപ്പോൾ പരീക്ഷയല്ലേ, അപ്പം എനിക്ക് SSLC എക്സാമിൻ്റെ ഇത് തുടങ്ങാൻ പോകായിരുന്നു, അത് നടക്കുമായിരുന്നു. അപ്പോൾ കൊച്ചമാനെ വിളിച്ച് പറഞ്ഞു, പരീക്ഷയല്ലേ, പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാമെന്ന് കൊച്ചമാൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എടുക്കാൻ. എന്നിട്ട് അത് അന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞു. പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന്, ഞങ്ങൾ 5 പേരും കൊച്ചമാനും കൂടെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതണ നല്ല രസമായിരുന്നു. സ്ക്രിപ്റ്റ് എഴുതണ ഓരോരുത്തർ ഇത് പറയും, ഓരോരുത്തർ അവർ അബദ്ധമൊക്കെ പറയും. അവർ ഭയങ്കര ശരിയായിരുന്നു, ഭയങ്കര രസമായിരുന്നു സ്ക്രിപ്റ്റ് എഴുതണം. പിന്നെ ഉള്ളത് വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മൾ ക്യാമറയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, മൈക്ക് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ആദ്യം മെയ് 12 എന്ന് പറഞ്ഞൊരു ഡേറ്റാണ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്പോൾ മെയ് 12-ാം തീയതി കൊച്ചമാര് കൈക്കൊരു ചെറിയ പ്രശ്നം വന്നിട്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ 13-ാം തീയതി ഹോസ്പിറ്റലിൽ കൊച്ചമാൻ പോയി. 14-ാം തീയതി ഇപ്പോൾ ഓക്കെ ആയി, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് 14-ാം തീയതിയാണ് നമ്മളിത് ഷൂട്ട് ചെയ്യണത്. 14-ാം തീയതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 14-ാം തീയതി പിന്നെ വേറൊരു പ്രശ്നം നമ്മൾ നേരിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14-ാം തീയതി ഒരു 3:30 ആകുമ്പോൾ വേറെ വർക്കിന് പോകണ്ടായിരുന്നു. അപ്പോൾ ഈ മൈക്ക് വേണം, മൈക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് 3:30 മുമ്പ് എല്ലാം ഷൂട്ട് ചെയ്ത് തീർക്കണം. അതിന് മലയാറ്റൂരൊക്കെ പോയി. മലയാറ്റൂർ പോണതിന് പിന്നെ സ്ലോ മോഷൻ ആയതുകൊണ്ട് അതിന് വലിയ ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് കണ്ണവാനെ കൊണ്ടൊക്കെ 2 പ്രാവശ്യം ഞാൻ പല്ല് കേൾപ്പിച്ചു. ഒന്ന് റിയലായിട്ട്, ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി കുറേ പ്രാവശ്യം. എന്നിട്ട് ഈ വീഡിയോ കുറേ ടേക്ക് എടുക്കണോണ്ട് പേസ്റ്റ് ഒരുപാട് പ്രാവശ്യം എടുത്തെടുത്ത് പല്ല് കഴിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. എന്നിട്ട് അങ്ങനെ അന്ന് ആദ്യമായിട്ട് പല്ല് നല്ലോണം വെളുത്തു എന്നൊക്കെ അമ്മയൊക്കെ ഇവരുന്ന് പറയുന്ന കേട്ടു. ഒരു കുഞ്ഞുമോനെ കൊണ്ടും കുളിപ്പിച്ചു. കുഞ്ഞുമോനെ കുളിക്കണ ഷോട്ട് കുറേ എടുത്തെടുത്ത് ഒന്നും ശരിയാവേണ്ടതില്ല. അന്നൊരു കുഞ്ഞുമോനും വെളുത്തു. അതൊക്കെ നല്ല രസമായിരുന്നു, നല്ല മറക്കാൻ കഴിയാത്തൊരു നല്ല മൊമെന്റ്സ് ആയിരുന്നു അത്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് എനിക്ക് പെട്ടെന്ന് കിട്ടില്ല, സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് കറക്റ്റ് കിട്ടണില്ല. പിന്നെ അതൊരു ആദ്യത്തെ ഷോർട്ട് ഫിലിം ആയിരുന്നു, അതിൻ്റേതായൊരു പ്രശ്നം, ചെറിയൊരു എക്സ്പീരിയൻസ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി അടുത്ത ഷോർട്ട് ഫിലിമിൽ അതെല്ലാം ശരിയാക്കാം എന്ന് പറയുകയാണ് ഞാൻ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 14-ാം തീയതി ഒരു ചേട്ടൻ കൊടുത്തു, എഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ആ ചേട്ടൻ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് 5-6 ദിവസം അങ്ങനെ കടന്നുപോയി. എന്നിട്ട് മെയ് 20-ാം തീയതിയാണ് എഡിറ്റ് ചെയ്യണം. അപ്പം ഞങ്ങൾ മനസ്സിലാക്കി ഇനി കൊടുത്തിട്ട് കാര്യമില്ല, വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം രാവിലെ തന്നെ പോയി. അപ്പോൾ ആ ചേട്ടൻ അവിടെ വന്നിട്ട് കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കാരണം അവിടെ അത് ഡബ്ബിങ് സ്റ്റുഡിയോയാണ്. അപ്പോൾ ഡബ്ബിങ്ങും പിന്നെ ആൾക്കാരൊന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു 4 മണി ആയപ്പോൾ എന്നിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളൊരു 5 മണി ആ സമയമായപ്പോൾ കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ആ ചേട്ടൻ്റെ വീട്ടിൽ സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. എഡിറ്റ് ചെയ്തിരുന്നിരുന്ന് ആ ചേട്ടന് ഉച്ചവരൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഉച്ചയ്ക്കൊന്ന് കഴിച്ചിട്ടാണ് എന്നിട്ട് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 4 മണി, വെളുപ്പിന് 4 മണി വരെ അത് എഡിറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് കഴിഞ്ഞത്. അത്രയോ മണിക്കൂർ അവിടെ ഇതിനു വേണ്ടി എടുത്തിട്ട് അന്ന് തന്നെയാണ് പോസ്റ്റ് ചെയ്യണത്. അന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ, കാരണം അത്ര അർജൻറ്റായിട്ടാണ് ഇരുന്നങ്ങ് എഡിറ്റ് ചെയ്തത്. വെളുപ്പിന് 4 മണി വരെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈലിലോട്ട് ആ ചേട്ടനോട് ഒരു ബിഗ് താങ്ക്സ് പറയണു. കാരണം അത്രയും സമയം ഇരുന്ന് എഡിറ്റ് ചെയ്ത് തന്നതിന്. ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് അത്രയും സമയം എടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട, ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ട, അത് തന്നെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഇതിനു വേണ്ടി, ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന, പൈസ മുടക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന കൊച്ചമാന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട്
ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. സോ ഉണ്ണിസ് ടു ബി സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.